അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ നമ്മൾ നേരിടുന്ന ജലമലിനീകരണം മൂലമുണ്ടാകുന്ന ഗൗരവമേറിയ രോഗമാണ്. മസ്തിഷ്ക ജ്വരം എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന വീക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിൽ പ്രധാനപ്പെട്ട ചിലതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം, ജപ്പാൻ മസ്തിഷ്ക ജ്വരം, ഹെർപ്പിസ് മസ്തിഷ്ക ജ്വരം എന്നിവ. ജലസ്രോതസ്സുകളുടെ മലിനീകരണമാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാൻ കാരണമായത്. കേരളത്തിൽ ഇങ്ങനെയുള്ള ഏതാനും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഏതാനും മരണങ്ങളും ഉണ്ടായി. ജലതടാകങ്ങൾ, കുളങ്ങൾ, സാവധാനത്തിൽ ഒഴുകുന്ന അരുവികൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിലൊക്കെ കാണപ്പെടുന്ന ആകൃതിയില്ലാത്ത സൂക്ഷ്മജീവിയായ അമീബ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ഈ രോഗത്തിന് കാരണം. കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ, പ്രത്യേകിച്ച് മലിനമായ കുളങ്ങളിൽ കുളിക്കുന്നവർക്കാണ് ഈ രോഗമുണ്ടാകാൻ കൂടുതൽ സാധ്യത. എന്നാൽ കേരളത്തിൽ കിണർ ജലത്തിൽ നിന്ന് തന്നെ ഈ രോഗം ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്തതിൽ ഈ അണുബാധ മൂലം രോഗമുണ്ടായവരിൽ അപൂർവം പേരൊഴിച്ചാൽ ഏകദേശം എല്ലാ മരണത്തിൽ കലാശിക്കാനുണ്ടായത്. ഈ രോഗം ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാലും രോഗം ബാധിച്ചാൽ ചികിത്സയിലൂടെ രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമായതിനാലും നിവാരണ മാർഗങ്ങൾ തേടേണ്ടത് കൂടുതൽ അനിവാര്യമാണ്. മലിനജലം ഒഴുകി വീണ കുളങ്ങളിൽ കുളിക്കുന്നത് എപ്പോഴും അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. കിണറിന്റെ അടുത്ത്, പ്രത്യേകിച്ച് കിണറിനേക്കാൾ ഉയർന്ന തലത്തിൽ മാലിന്യക്കുഴികൾ സ്ഥാപിക്കാതിരിക്കുക. കിണറിന് ചുറ്റും 1 മീറ്റർ വീതിയിലെങ്കിലുമുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുക. വീടുകളിൽ നിന്നുമുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങൾക്കും ശരിയായ രീതിയിലുള്ള സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. മലമൂത്ര സംസ്കരണത്തിന് ജലനിരപ്പ് ഉയർന്നു വരുന്ന പ്രദേശങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് നിർബന്ധമാക്കുക. മലിനജല സംസ്കരണത്തിന് ഫലപ്രദമായ സോക്ക് പിറ്റുകൾ നിർമ്മിക്കുക തുടങ്ങിയവയെല്ലാം അനിവാര്യമായ കാര്യങ്ങളാണ്. ജലസ്രോതസ്സിന്റെ ഗുണനിലവാരം അനുസരിച്ച് വീട്ടിൽ കുടിക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നതും അനിവാര്യമാണ്. ഇത് ടാങ്കിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. കുടിക്കുന്ന വെള്ളം മാത്രമല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളവും ക്ലോറിനേറ്റ് ചെയ്യണം. യാതൊരു സംരക്ഷണവുമില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് പാടെ ഒഴിവാക്കുക. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കുക. അങ്ങനെ നിത്യജീവിതത്തിൽ നാം പാലിക്കേണ്ട നിബന്ധനകൾക്കും നല്ല പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു.